കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരും കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ആ ഭഗവാൻ പൂജിതമായ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഭഗവാൻ ഇന്ന് ഏത് രൂപത്തിലാണ് ഭക്തരെ കാണാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്യാം. അപ്പോൾ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിക്കാം. എപ്പോഴും ഭക്തരിൽ കൂടുതൽ ഭക്തരെ നമ്മൾ സേവിക്കുമ്പോൾ അപ്പോൾ അതിന് ഒന്നുകൂടി നമ്മളിലേക്ക് കണ്ണൻ്റെ കാഴ്ച എത്തും. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭക്തരെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ആദരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിലേക്ക് കൂടുതൽ ദൃഷ്ടി എത്തും എന്നുള്ളതാണ്. അങ്ങനെ അവിടെ ഒന്ന് പ്രദർശനം ചെയ്യുമ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പവും, അപ്പോൾ 3 ഭക്തരുമായി അവിടെ. അങ്ങനെ തൊഴുത് നമ്മൾ വന്നു കഴിഞ്ഞാൽ നേരെ ആ ഗണേശൻ്റെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. പിന്നീട് വരുമ്പോൾ ആനന്ദശയനം കൂടി കണ്ട് തൊഴുത് നേരെ നമ്മൾ ഗോപുരവാതിൽ കിടക്കുക. ഗോപുരവാതിൽ കിടക്കുമ്പോൾ വലിയ കൊടിമരവും വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്കൊക്കെ കാണാം. അങ്ങനെ വലതുവശത്ത് ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ആ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. നിറയെ പ്രകാശമുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ണിങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കണു. ചമ്രം പടിഞ്ഞിരിക്കുമ്പോൾ ആ കാൽപാദങ്ങൾ കാണാണ്ട് കാൽ തളകൾ അണിഞ്ഞിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരയിൽ അരമണിക്ക് ഇങ്ങനെയൊക്കെ ചാർത്തിയിട്ടുണ്ട്. ആ ചമ്രം പടിഞ്ഞിരിക്കുമ്പോൾ മടിയിൽ തന്നെ വലിയൊരു വെണ്ണക്കലുണ്ട്, നിറച്ച് വെണ്ണയിട്ട്. അപ്പോൾ ഒന്ന് ഏകദേശം ഊഹിക്കാം ഇന്ന രൂപമാണെന്നുള്ളത്. അങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട് മാറത്ത്. പിന്നെ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, 2 കൈയിലും നിറച്ച് വെണ്ണയിട്ട് ഇങ്ങനെ മാറത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ വെച്ച് തേച്ചിട്ടൊക്കെ ഉണ്ട്. കയ്യിൽ നിന്ന് അങ്ങോട്ട് ഉതിർന്ന് പോന്നിട്ടേ ആ വെണ്ണ അങ്ങോട്ട് വാരി എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാനുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ നിറച്ച് വെണ്ണ കുടത്തിലും നിറയെ വെണ്ണ ഉണ്ട്, കയ്യിലും ഉണ്ട് നിറയെ വെണ്ണ. ആ ചിരി കണ്ടാലോ എന്ത് സന്തോഷമാണെന്നറിയോ. നിറച്ച് വെണ്ണ കിട്ടിയ സന്തോഷമാണ്. പിന്നെ എന്താ ഉണ്ണിക്ക് വേണ്ടത്? വേറെ ഒന്നും വേണ്ട. അങ്ങനെ ആ തിരുനെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ളത്. സ്വർണത്തിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. തിരുമുടിമാല 2 തിരുമുടിമാല, തെച്ചിയും തുളസിയും കൂടി ഉള്ള ഒന്നും, വെളുത്ത പൂവും തുളസിയും കൂടി ഉള്ളതും. അതേപോലെ 2 ഉണ്ടമാല ഏകദേശം അതേമാതിരി തന്നെ, തെച്ചിപ്പൂവും തുളസിയും, പിന്നെ വെളുത്ത പൂവും തുളസിയും തെച്ചിയും കൂടി ഉള്ളത്. പിന്നെ വിധാനമായിട്ട് 3-4 ഉണ്ടമാലകൾ മേലെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണെന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. എല്ലാവരും എന്നെ എപ്പോഴാണോ കേൾക്കുന്നത് അപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിൽക്കുകയാണെന്ന് ഇങ്ങനെ വിചാരിക്കുക, പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഉണ്ണിയുടെ അനുഗ്രഹം, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയും ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശനെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. അവിടെയും നിറച്ച് ചന്ദനമൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൊമ്പ് തുമ്പിക്കൈയൊക്കെ നന്നായിട്ടുള്ള ചാർത്ത് ആയിട്ടുണ്ട്. അതേപോലെ കിരീടം വെച്ചിട്ടുണ്ട്. കാതിൽ കടുക്കനൊക്കെ വെച്ചിട്ടുണ്ട്. പാവുകൊണ്ട് ഒടിപ്പിച്ചിട്ടുണ്ട്. ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, ആ ഫോട്ടോ കാണാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിൽ എത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് എത്തുക.
അവിടെയും ധാരാളം മാലകളുണ്ട്, നല്ല താമരമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വരിക, സാഷ്ടാംഗം നമസ്കരിക്കുക, സർവ്വ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് നൽകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കണ്ട് തൊഴാം. പിന്നെ ആ ഭീഷ്മരുടെ ശരശയ്യൊക്കെ കാണാം. പിന്നീട് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ഭാർഗവരാമൻ, ബലരാമൻ, ശ്രീരാമൻ ഒക്കെ ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമി അടുത്ത് വരിക, ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. അവിടെയും ധാരാളം മാലകളുണ്ട്, ലിഖിതമാല ഉണ്ട്, അതേപോലെ വെറ്റിലമാല ഉണ്ട്, തുളസിമാല ഉണ്ട്, ധാരാളം കുങ്കുമമുണ്ട്. പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരൂപവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞാൽ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. അതേപോലെ താഴെ മണിക്കിണറും ഭഗവാന്റെ നൃത്ത അറയും കിടാവൾക്കൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ അടുത്ത അറയിലേക്ക് എത്തുമ്പോൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അത് കഴിഞ്ഞ് അമ്മയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് വരുമ്പോൾ കോർണറിലെത്തി വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. പിന്നീട് അങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ചമ്രം പടിഞ്ഞിരിക്കുന്ന വെണ്ണക്കണ്ണനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. പിന്നെ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് നേരെ അമ്പലത്തിലേക്ക് വരാം. അവിടെ വരുമ്പോഴും കിടാവൾക്ക് കാണാം, തൊഴുത് പ്രാർത്ഥിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ വന്ന് നേരെ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹമുള്ള നാരായണാലയത്തിൽ പോയിട്ട് അതൊന്ന് കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. പിന്നീട് ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴുത് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.